ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെ.സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്കറിയാം നമുക്ക് നാളെ എക്സാം നടക്കാൻ പോവുകയാണ്, USS എക്സാം നടക്കാൻ പോവുകയാണ്. സോ ഈ വർഷത്തെ USS എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, പൊളിക്കണം, അടിച്ച് പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യണം, USS നമുക്ക് നേടണം. സോ അടുത്ത വർഷം എന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സോ ഞാൻ പറയുന്നു, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്ക് പോകാത്ത കുഞ്ഞുങ്ങളാണ് എൻ്റെ മുൻപിലുള്ളതെങ്കിൽ അടുത്ത വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് സൈലത്തിൻ്റെ ഒരു കിഡിലൻ ബാച്ചാണ് മക്കളെ, യോധ ബാച്ചാണ്. സോ യോധ ബാച്ച് ഒരുപാട് ഫീച്ചേഴ്സുകൾ, അതായത് ഇതുവരെയുള്ളതിനേക്കാളൊക്കെ അപേക്ഷിച്ച് ഒരുപാട് പുതിയ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യാണ് വരാൻ പോവുകയാണ്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഓഫറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സൈലം നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ 9954008080 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അടുത്ത വർഷത്തെ സീറ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ് നമുക്ക് അടിച്ച് പൊളിച്ച് ഉഷാറാക്കി നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ യൂസേഴ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയാൻ പോവാണ് മക്കളെ. അവർ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ആയി കഴിഞ്ഞാലോ. യെസ്, നിങ്ങൾ ഓക്കെ അല്ലേ? റെഡി. ഒന്നാമത്തെ ചോദ്യം മക്കളെ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്? മക്കളുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശ ചൂട് എത്രയാണ്? അതായത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഏകദേശം എത്രയാണ് ചൂട് വരുന്നത്, താപനില എത്രയാണ് മക്കളെ? ഓപ്ഷൻ എ 3000 ആണോ? ഓപ്ഷൻ ബി 4500 ആണ് ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ലെങ്കിൽ ഓപ്ഷൻ സി 5500 ഡിഗ്രി സെൽഷ്യസ് ആണോ? ഓപ്ഷൻ ഡി ഇതേപോലെ തന്നെ 7000 ഡിഗ്രി സെൽഷ്യസ് ആണോ? ഇതിനകത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമുക്കറിയാം ഈ പറയുന്ന ഭൂമി, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന ഭൂമിയിലെ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭയങ്കരമായിട്ടുള്ള ചൂട് എന്ത് ചെയ്യാണ്, കൂടി വരിക. അതുകൊണ്ടാണ് നമുക്കറിയാലോ, ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മറിയുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം അത്രയും തിളച്ച് മറിയാണ്. അപ്പോൾ ഏകദേശ ചൂട് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്, 5500 ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. യന്ത്രങ്ങളുടെയും അതുപോലെ തന്നെ സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെ മനുഷ്യൻ ഇതുവരെ എത്ര കിലോമീറ്റർ താഴ്ചയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ് ഹൗ ഫാർ ക്യാൻ ഹ്യൂമൻസ് റീച്ച് ഇൻ ടു ദ എർത്ത്? അപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇതുവരെ എത്ര കിലോമീറ്റർ എത്താൻ പറ്റിയിട്ടുണ്ട് മകളെ? ആ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും 12 കിലോമീറ്റർ ആണ്. എല്ലാവർക്കും അറിയാം, വെറും 12 കിലോമീറ്ററേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, എത്താൻ പറ്റിയുള്ളൂ. അത് തന്നെ ഒരു ഗനിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഭൂമിക്കുള്ളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെ തിളച്ച് മറിയുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അധികം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത്. അത് വെറും 12 കിലോമീറ്റർ മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുള്ളൂ, പോകാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഓർത്ത് വെച്ചോളണേ. റെഡി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയോളൂ. ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു പ്രധാനപ്പെട്ട ഭൂമിയുടെ ഉള്ളറയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇൻഫർമേഷൻസ് അബൌട്ട് ദ എർത്ത് ഇന്റീരിയേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നത് ഏത് വഴിയാണ്? അതായത് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതിനകത്ത് ഒന്ന്, വെതർ റിപ്പോർട്ട്സ്, കാലാവസ്ഥാ റിപ്പോർട്ടിലൂടെ നമുക്ക് ഭൂമിയുടെ ഉള്ളിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നുള്ളത് സാറ്റലൈറ്റ് ഇമേജസ് ആണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് ആണ്, പ്രധാനപ്പെട്ട ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. പിന്നുള്ളത് റിവർ ഫ്ലോ ആണ്, ഈ പറയുന്ന നദിയുടെ ഒഴുക്ക്. ഇതിനകത്ത് ഏതായിരിക്കും പ്രധാനമായിട്ട് ഭൂമിയുടെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച്, ഉള്ളറയെക്കുറിച്ച് നമുക്കറിയുന്ന വിവരങ്ങൾ ഏതിലായിരിക്കും കൊടുക്കുക മകളെ? ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്, ഫ്രം മൈൻസ് ആണ്. മൈൻസ് അല്ലെങ്കിൽ ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നോക്കി, ഇതുപോലെ തന്നെ ഏതൊക്കെ മറ്റുള്ള പോയിന്റുകൾ ഏതൊക്കെയുണ്ട്? പ്രധാനമായിട്ടും നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൈൻസ് അല്ലെങ്കിൽ ഗനികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിവരങ്ങൾ ശേഖരിക്കാം. അതാണ് ഇത് രണ്ടാമത്തത് വരുന്നത്. മൂന്നാമത്തത് ഈ പറഞ്ഞ എർത്ത് കേക്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭൂകമ്പങ്ങളിലൂടെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിർബന്ധമായി മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. ഓരോന്നും നമുക്ക് കാണാം. ഇതാണ് പറയുന്ന പ്രധാനപ്പെട്ട ഭൂകമ്പം. നിങ്ങൾ നോക്ക്, ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. സോറി, ഇത് അഗ്നിപർവ്വതമാണ് അല്ലേ? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഇതേപോലെ തന്നെ എന്ത് ചെയ്തു, ലാവ പുറത്തേക്ക് വരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ലാവ. അങ്ങനെ ലാവ മനസ്സിലാക്കാം. ലാവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെ ഗനികളാണ്. ഗനികൾ ഇതേപോലെ തന്നെ എന്താണ്, ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്കറിയാം, ഭയങ്കരമായിട്ടുള്ള കുഴിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഗനികൾ. ആ ഗനികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ? കുറേ അടി താഴ്ചയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഗനികൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റെഡി. ഇനി അടുത്ത ചോദ്യം മക്കളെ ശ്രദ്ധിച്ചോ.
നെക്സ്റ്റ് വൺ നോക്ക്, വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. മക്കളെ ശ്രദ്ധിക്കണം, വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. മക്കളെ ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളി ഏതാണ്? പുറത്തുള്ള ഏറ്റവും പാളി ഏതാണ്? മാൻഡിലാണോ, കോറാണോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്രസ്റ്റ് ആണോ, അതുപോലെ തന്നെ ഇന്നർ കോറാണോ? മക്കളെ മാൻഡിൽ, കാമ്പ്, അതുപോലെ ഭൂവൽക്കാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ആര് തന്നെയാണ്? നമ്മുടെ പ്രധാനപ്പെട്ട ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഭൂമിയുടെ പ്രധാനപ്പെട്ട പാളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഇതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്നതാണ് മാൻറ്റിലെ ഏറ്റവും വലിയ പാളിയാണ് ഇത് മാൻറ്റിൽ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ് കോർ അല്ലെങ്കിൽ കാമ്പ് വരുന്നത്. അത് തന്നെ ഔട്ടർ കോറും ഉണ്ട്, പുറംകാമ്പും ഉണ്ട്, അതുപോലെ ഇന്നർ കോറും ഉണ്ട് അല്ലേ. അപ്പോൾ പുറത്ത് കാണുന്നത് പുറംകാമ്പ്, അകത്ത് കാണുന്നത് ഏതാണ്? അകക്കാമ്പ് കേട്ടോ. ഔട്ടർ കോർ, അതുപോലെ തന്നെ ഇന്നർ കോർ. സോ ഇതാണ് പ്രധാനപ്പെട്ട ഭൂമിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ എർത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് കേട്ടോ. ഓർത്ത് വെച്ചോളേ. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്ക്, വിച്ച് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? മക്കൾ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണോ, മെസോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ ആണോ? ഏതായിരിക്കും ഏറ്റവും താഴെയുള്ളത്? മക്കളെ അത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെച്ചോ, അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും താഴെയുള്ളത് ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഭൂമിയുടെ അഞ്ച് പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികളുണ്ട്. ഭൂമിയിൽ 5 അന്തരീക്ഷ പാളികൾ കാണുന്നുണ്ട്. ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, അതിൻ്റെ മേലെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മെസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, പിന്നെ ഏറ്റവും ടോപ്പിൽ എക്സോസ്ഫിയർ കേട്ടോ. എക്സോസ്ഫിയർ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി കോഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കുറേ സാധനങ്ങൾ, ട്രിക്കി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് പറയുന്നുണ്ട്. എപ്പോഴും അറിയോ? ഇന്നത്തെ പ്രധാനപ്പെട്ട ലൈവിനകത്ത് പറയുന്നുണ്ട്. സോ മക്കളെ, ലൈവിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എല്ലാ ആൾക്കാരും പങ്കെടുക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അടുത്ത വർഷം യൂസസ് എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പഠിച്ചാൽ എന്തായാലും ഉറപ്പാണ് യൂസസ് എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് കിട്ടും. അടുത്ത വർഷം എന്ന് പറയുന്നത് നിങ്ങൾ യോധയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വരണം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ ആ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാം. സോ എല്ലാ ആൾക്കാരും യോധയുടെ ഭാഗമായി മാറുക. അതിന് വേണ്ടത് ഇത്രമാത്രം 99540080 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. സോ ബൈ എവരിവൺ, ബൈ. ഓൾ ദി ബെസ്റ്റ്.